നമസ്കാരം കേട്ടാ. കുങ്ങികളും സുഡാപ്പികളും നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. കാരണം നിങ്ങൾക്കേറെ സന്തോഷം നൽകുന്ന വീഡിയോയാണ്. എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന BJP അടിപതറുന്നു. BJPയുടെ നാശം സംഭവിച്ചിരിക്കുന്നു. സംഘികളുടെ അഹങ്കാരത്തിന് അറുതി വന്നിരിക്കുന്നു. സംഘികളും BJPയും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഈ സംശയമുണ്ടെങ്കിൽ ദേ ഈ വീഡിയോ ഒന്ന് കാണൂ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇതിൽ നിന്ന് സംഘ പരിവാറിന്റെ പ്രവർത്തകരെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ഇന്ത്യ രാജ്യം നിങ്ങളുടെ കുത്തകയല്ല. നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്താലും, നിങ്ങൾ എന്തൊക്കെ ആക്രമണം കാണിച്ചാലും, ആരെയൊക്കെ കൊന്നൊടുക്കിയാലും, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തൊട്ട് കളിക്കാൻ നിങ്ങളെ കൊണ്ടെന്നല്ല നിങ്ങളുടെ വല്യാട്ടന്മാർ വന്നാലും സാധിക്കുകയില്ല. അതിവിടെ എക്കാലത്തും സുന്ദരമായി നിലനിൽക്കും. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലേ അത് ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, അയാളെ വലിയ ആളുകളുണ്ടല്ലോ, വലിയേട്ടന്മാർ വരെ താഴെ വീഴും എന്നതിൽ സംശയമില്ല. ഈ പോക്ക് പോയാൽ സംഘപരിവാറിന്റെ പ്രവർത്തകര് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, 2029 വന്നാൽ നിങ്ങൾ അടപടലം മൂഞ്ചിപ്പോകും, സംശയമല്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം അതെ, ജനാധിപത്യത്തെ കുറിച്ചാണ് ഈ മാന്യദേഹം സംസാരിച്ചത്. ശരീഅത്ത് നിയമത്തെ അംഗീകരിക്കുന്നവരാണ് ജനാധിപത്യത്തെ അനുകൂലിക്കുന്നത്. ലോകം മുഴുവൻ സ്വന്തം മതം മാത്രം മതി എന്ന തീരുമാനമെടുത്തുകൊണ്ട് സ്വന്തം കിതാബിൽ പറഞ്ഞതു പ്രകാരം നിരപരാധികളായ മറ്റു മതസ്ഥരെ കൊന്നുതള്ളുന്ന ഇവരാണ് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരവസരം കിട്ടിയാൽ ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ നടക്കുന്ന വിരുദ്ധന്മാരുണ്ട്, സുഡാപ്പികൾ, മത തീവ്രവാദികള്. അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മാന്യദേഹമാണ് വന്നിരുന്നിട്ട് എന്തിനെ കുറിച്ച് പറയുന്നത്? ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് BJP ഇല്ലാണ്ടായിരിക്കുന്നു എന്നാണ് ഈ മാന്യദേഹം കരുതുന്നത് കേട്ടോ. ഹിന്ദു സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത പറയാൻ പറ്റുന്നത്. ഒരു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് വിചാരിച്ചപ്പോൾ ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഈ BJPയും സംഘപരിവാർ സംഘടനകൾ RSS എല്ലാം തകർന്ന് തരിപ്പണമായെന്നാണ്. ഈടോ മലവാണമേ. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഒരു സമരവും കൊണ്ടുവന്നിട്ട് ഇവിടെ കലാപകമുണ്ടാക്കി അങ്ങ് തകർന്നു പോകുന്ന പാർട്ടിയൊന്നും അല്ലടോ BJP. അങ്ങനെ തകർന്നു പോകുന്ന നേതാക്കന്മാരല്ലടോ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവര്. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നല്ല ഒന്നാം തരം RSSകാരാ, സംഘപ്രവർത്തകരാണ്, സംഘത്തിൽ നിന്ന് വന്നവരാണ്. എന്നാ പിന്നെ മോനങ്ങ് ചെന്നാട്ടെ, മിച്ചമുള്ള വെളിച്ചെണ്ണയും കൂടെ തീർത്തിട്ട് വീട്ടിലേക്ക് വയ്ക്കോ.